ഇവിടുത്തെ ദേശസ്നേഹികളെല്ലാം വളരെ വേദനയോടെ നോക്കി നിന്ന ആ ദിവസങ്ങളാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. ഇവിടെ നിന്ന് പോലും ചില ഇൻഫ്ലുവൻസർമാർ പോയല്ലോ. ബോംബെയിലെ ഒരു സിനിമാ താരത്തിൻ്റെ വാക്കുകൾ വളരെ വൈറലായിരുന്നു. ഞങ്ങൾക്ക് വിമാന ടിക്കറ്റ് സ്പോൺസർ ചെയ്തു, അവിടെ ഡൽഹിയിലെത്താൻ താമസ സൗകര്യം ഏർപ്പാട് ചെയ്തു, വൻ തുക പ്രതിഫലവും നൽകാമെന്ന് പറഞ്ഞു. ഏതാണ്ട് വലിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ സംബന്ധിച്ച് 1 കോടി രൂപയിൽ പരം വാഗ്ദാനം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു സമരമല്ലെന്നും ഇതിൽ സ്പോൺസേഡ് സമരമാണെന്നും ഇതിൽ രാജ്യവിരുദ്ധത അല്ലെങ്കിൽ ദേശവിരുദ്ധർ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ള വളരെ കൃത്യമായ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന സമയമാണ്. ഇപ്പോഴും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഇത് വിദ്യാർത്ഥി സമരം മാത്രമാണ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ CJP സമരം എന്തായിരുന്നു, എന്തിനായിരുന്നു, ആരാണ് അതിനകത്ത് പങ്കെടുത്തതെന്നൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞു. കാരണം കുറേയധികം ദിവസങ്ങൾ കഴിഞ്ഞു, ലോകം മുഴുവൻ ഇത് ശ്രദ്ധിച്ചു. ഇതിൽ പങ്കെടുത്ത എത്രയോ പേര് തന്നെ അതിൽ പിന്നോക്കം പോയി. കാരണം അവിടുത്തെ പ്രവർത്തനത്തിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് പല തരത്തിലുള്ള നിരീക്ഷണങ്ങളും അതിനുള്ളിലുള്ളവർ, അതിൽ പങ്കെടുത്തവർ തന്നെ നടത്തിക്കഴിഞ്ഞു. അതിൽ പങ്കെടുത്തവരുടെ ഈ മുൻകാല ചരിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. എത്രയോ ക്രിമിനൽസ്, 2000 പരം ക്രിമിനൽസ്, വളരെ വളരെ വൾഗറായിട്ടുള്ള ക്രിമിനൽ ഒഫൻസോടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇനിയും ആര് ഇതെങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിലാണ്, അത് രാജ്യവിരുദ്ധതയല്ല, ഇവിടെ രാജ്യസ്നേഹികളായിരുന്നു അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു വിലയൊന്നുമില്ല. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ യഥാർത്ഥമായിട്ടൊരു ചിത്രം വന്നു കഴിഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് ഈ പാറ്റ സമരം ജൻസികളുടെ സമരമാണെന്ന് പറയുന്നതിന് തെറ്റാണ്. ജൻസികളെ അധിക്ഷേപിക്കുന്നതാണത്. സത്യം പറഞ്ഞാൽ ഇവരൊന്നും ജൻസികളല്ല. നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള ജൻസികൾ ഈ സമയത്ത് എന്തായാലും ചേരുന്നത്. അവർ വിദേശ രാജ്യങ്ങളിൽ ഈ സ്പോർട്സ് ഇനങ്ങളിലൊക്കെ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടുകയായിരുന്നു. അതുപോലെ തന്നെ ചെസ്സിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ രാജ്യത്ത് തന്നെ നടന്ന സംഭവം നമുക്കറിയാമല്ലോ. ഈ ബഹിരാകാശത്തേക്കുള്ള ഒരു റോക്കറ്റ്, ഒരു പ്രൈവറ്റ് കമ്പനി, യങ്സ്റ്റേഴ്സാണ് അവരെല്ലാം, സ്റ്റാർട്ടപ്പാണ്. അത്തരത്തിൽ അത് സത്യമായ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത്. ഈ സമരം നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ളവർ ശ്രദ്ധിച്ച ഒരു വിഷയം. ഈ ജന്തർ മന്ദറിൽ കൂടിയ ഈ രാജ്യദ്രോഹികളുടെ പ്രവർത്തനമല്ല, സത്യത്തിൽ രാജ്യസ്നേഹികളുടെയും പ്രവർത്തനക്ഷമമായിട്ടുള്ള ജൻസികളുടെയും മറ്റു തരത്തിലുള്ള ആരോഗ്യകരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് ജൻസികളാണ് ഈ സമരത്തിൽ പെടുന്നതെന്ന് പറയുന്നതിന് തെറ്റ്. രണ്ടാമത് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കാം. എത്ര വിദ്യാർത്ഥികളുണ്ടായിരുന്നു? ഈ വിദ്യാർത്ഥികൾ ഇതിനകത്ത് നീറ്റ് പരീക്ഷയുടെ വിഷയമാണല്ലോ നമ്മുടെ മുന്നിൽ വന്നത്. ഇതിൽ എത്ര പേര് നീറ്റ് പരീക്ഷ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്? അതല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ യോഗ്യരായിട്ടുണ്ടോ? അതല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുടെ വിഷയം പലർക്കും നമുക്കറിയാം. ചാനലുകൾ തന്നെ തുറന്നു കാണിച്ചൊരു സംഭവമുണ്ട്. അവിടെ പങ്കെടുത്ത പലരോടും ചാനലുകാർ ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താണ് സമരം? അത് നീറ്റ് പരീക്ഷയാണ്. എന്താ നീറ്റ്? അപ്പോൾ അറിയില്ല. എന്തിനാണ് സമരം? അത് നീറ്റ് പരീക്ഷ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ഇന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇത് ഒന്നാം തരം രാജ്യദ്രോഹികൾ നടത്തിയൊരു സമരമാണ്. അതിൽ അറിഞ്ഞോ അറിയാതെയോ കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാകാം എന്നല്ലാതെ അത് ജൻസിയുടെ സമരമല്ല. മാത്രമല്ല ഈ വിദേശ ഫണ്ടിങ് മാത്രമല്ല, ഈ പങ്കെടുത്തവരിൽ പലരുടെയും അവരുടെ ആൻറ്റിസിഡൻസ് നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ വിദേശത്തു നിന്നുള്ള ഫണ്ട് വരവ്, വിദേശ താമസം, ലക്ഷം. ഇതിലൊരു പ്രമുഖ നേതാവ് തന്നെ 4 ലക്ഷം രൂപ വാടകയ്ക്കുള്ള ഫ്ലാറ്റിലാണ് ഡെയിലി താമസിച്ചെന്നുള്ള വാർത്തയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇവരുടെയൊക്കെ ആഹാരം എന്തായിരുന്നു നമ്മൾ കണ്ടു. നിരാഹാര സമരം നടത്തുമ്പോഴും അവർ കഴിച്ചിരുന്നത് പിസ്സയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അംശം പോലും ഒരിടത്തും ഒരു ജൻസി സമരമാണെന്നോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരുന്നു ഇതെന്നോ, ഇത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നീറ്റ് പരീക്ഷയിൽ നടന്ന അഴിമതിക്കെതിരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തികച്ചും ഒരവസരം മുതലെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഈ പ്രധാനമന്ത്രിയെയും ഈ ഭരിക്കുന്ന BJP സർക്കാരെയും അവഹേളിക്കുന്നതിന് വേണ്ടി ഒരു കാര്യമാണ് ഉപയോഗിച്ചത്. അതിന് യാതൊരു സംശയമില്ല. അത് ഈ എരിയുന്ന തീയിലേക്ക് എണ്ണ പകരുന്ന പോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. അവർ സത്യത്തിൽ എന്താണ് ഈ സമരം എന്ന് മനസ്സിലാക്കാതെ ഈ കുറച്ച് ആളുകൾ കൂടി ഇന്ത്യ വിരുദ്ധന്മാരുടെ കൂടെ കൂടുകയാണ് ഇവരുടെയൊക്കെ എപ്പോഴും സ്ഥിരം ഒരു സ്റ്റൈല്. അതനുസരിച്ച് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും സമാജ്വാദി പാർട്ടി, CPM തുടങ്ങിയ എല്ലാ കക്ഷികളും അതിനോടൊപ്പം ചേരുകയാണ്. എന്നിട്ട് അവന് അവകാശം പറയാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഞങ്ങളുടെ ആളുകളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം അവഹേളിക്കപ്പെടുകയാണ് ചെയ്തത്. ഭാരതീയ ജനത ശരിക്കും മനസ്സിലാക്കി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്. ഈ ഒരിക്കലും ഭാരതത്തിന് യോജിച്ചല്ലാത്തൊരു സമരത്തിലേക്ക് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നതോടുകൂടി അവരുടെ മുഖച്ഛായയാണ് വികൃതമായത്. അതുകൊണ്ട് തീർത്തും ഇത്
ഇന്ന് നമ്മുടെ മുന്നിൽ ഈ മൊത്തം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വിഷയം ഡൽഹിയിൽ നടന്നപ്പോൾ പല പത്രമാധ്യമങ്ങളിലും അവരോടൊപ്പം നിന്നു, നമ്മളെല്ലാം കണ്ടതാണ്. ഈ ജൻസി സമരമാണെന്നും ഇത് നീറ്റ് പരീക്ഷയ്ക്കെതിരാണെന്നും ഇത് പിന്നെ പ്രധാന രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും അവിടെ പിന്നീട് നടന്ന സംഭവവികാസങ്ങളൊക്കെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം പല മാധ്യമങ്ങൾ പോലും അവരുടെ നിലപാട് മാറ്റി. ഇന്ന് പഴയ നിലപാടല്ല. അതുപോലെ തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ഇപ്പം നേരത്തെ സംസാരിച്ച പോലെ ധാരാളം ആളുകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. അതായത് അവരെ തന്നെ സമീപിച്ചിരുന്നു, പണം നൽകാൻ തയ്യാറായി, ടിക്കറ്റ് എടുക്കാൻ തയ്യാറായി. ഇത്തരത്തിൽ വളരെ വികൃതമായ രീതിയിൽ ഒരു സമരം നമ്മുടെ എനിക്കൊന്ന് ചരിത്രത്തിൽ ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇത്തരം വികൃതമായൊരു സമരം ഞാൻ കണ്ടിട്ടില്ല. തുറന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഇനി അടുത്ത വിഷയം നോക്കൂ. സ്ത്രീകളെ അവഹേളിക്കുകയായിരുന്നു സമരത്തിൽ പൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാം മുന്നിൽ വന്നു. എങ്ങനെയാണ് ഇവർ സ്ത്രീകളോട് കൈകാര്യം ചെയ്തത്? അപ്പോൾ എന്തുദ്ദേശമാണ്? അവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകളെ അവഹേളിക്കുന്നു. ഇനി അതിലൊക്കെ അപ്പുറമാണ് അവരുപയോഗിച്ച ഭാഷ. എത്ര വൈകൃതമായിട്ട ഭാഷയാണ് അവർ ഉപയോഗിച്ചത്. ഈ നമ്മുടെ ഇപ്പം നമുക്ക് ചാനലിൽ പോലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഭാഷകളാണ് അവിടെ ഇവരൊക്കെ ഉപയോഗിച്ചത്. ഇതാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി. ഇതിന് യാതൊരു കാരണവശാലും ഇവരെ ജൻസികളാണെന്നോ ഇത് വിദ്യാർത്ഥികളാണെന്നോ ഇത് ഒരു തെറ്റിനെ തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്കുണ്ടായ ക്രമക്കേടിൻ്റെ തിരുത്തലിന് വേണ്ടിയിട്ടാണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു അവസരം കിട്ടിയപ്പോൾ ഇന്ത്യ വിരുദ്ധർ ഒന്നിച്ചുകൂടി, അതിനോടൊപ്പം ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചുകൂടി നടത്തിയൊരു സമരമാണ്. അത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ ഈ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ സർക്കാർ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള സർക്കാർ ഇത് കൂടുതൽ വഷളാക്കാൻ അനുവദിക്കാത്തതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അദ്ദേഹം രാജിവെച്ചത്, വിദ്യാഭ്യാസ മന്ത്രി. അതല്ലാതെ ഒരു തെറ്റ് ചെയ്തെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നും കാണാൻ പറ്റില്ല. കാരണം ഈ നീറ്റ് പരീക്ഷ അങ്ങനെയാണ് എത്രയോ പേര് എത്രയോ സ്ഥലത്ത് നടക്കുന്ന കേരളത്തിന് എത്രയോ പേപ്പർ ലീക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ കർണാടകയിൽ വലിയ വിഷയമായിട്ടുണ്ട്. അപ്പം ഈ പല പേപ്പർ ലീക്ക് ഇപ്പോൾ പി എസ് സിയുടെ ചർച്ച ഇവിടെ നടക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ കേരളത്തിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ ഇത്തരത്തിലപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന ഓരോന്നിനും അതിൻ്റെ മന്ത്രിയാണ് രാജിവെക്കണമെങ്കിൽ ഇവിടെ ഒരു മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. എനിവേ ഈ സമരത്തിന് ഈ ഇത്തരം മോശമായ ഈ ഭാരതവിരുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ടൂളായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കരുതെന്നുള്ള കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് രാജി സമർപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണം. ഇത് ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല. മാത്രമല്ല ഈ സമരത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് കോടതി പോലും ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ശക്തമായ രീതിയിൽ ശിക്ഷിക്കണം. ഇന്ന് നമ്മൾ കണ്ടു പല തീവ്രവാദി സംഘടനകൾ പോലും ഇതിന് ഉപയോഗിക്കുകയാണ്. കാരണം ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങളിൽ ഒരു വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ ഈ തീവ്രവാദികളും പാകിസ്ഥാനി ചാരന്മാരും കടന്നു കയറിയും ഇവിടെ പല തീവ്രവാദി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാഹചര്യം കൂടി ഒരുക്കായിരുന്നു ഇവർ. തീർച്ചയായിട്ടും അതിനുള്ള സോഴ്സൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞെന്നാണ് ഞാൻ പത്രമാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഫണ്ട് മാത്രമല്ല, ഈ പല കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെ കണ്ടു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഇത്തരം ഹാൻഡിലെ കണ്ടെത്തുകയും അവരെ ശക്തമായിട്ട് ശിക്ഷിക്കുകയും ഇനിയും ഇത്തരത്തിലുണ്ടാകാതിരിക്കാനും വിദ്യാർത്ഥികളുടെ പരിരക്ഷ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ഈ രാജ്യദ്രോഹികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണം. അതിന് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് കോടതി അതിനെതിരല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്.